ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചേട്ടനാണ് കേട്ടോ ഡ്രസ്സ് നോക്കാൻ പോണത്. കോട്ടിന്റെ വീഡിയോ കോട്ടിന്റെ വീഡിയോ അല്ല, ഔട്ടിംഗ് വിത്ത് അങ്ങനെയല്ല. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ കോട്ടിന്റെ വീഡിയോ തന്നെയാണ് എടുക്കണേ. കാരണം ചെക്കന്മാർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, കല്യാണത്തിന് അവര് മെയിൻലി ഇങ്ങനെ സ്യൂട്ടും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇടുക. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വെഡിങ് ആവുമ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മളെ കെട്ടിന് അങ്ങനത്തെയൊക്കെ ആണല്ലോ എടുക്കുക. അപ്പൊ നമ്മള് ഇപ്പൊ വന്നിട്ടുള്ളത് പറവട്ടാനിയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഭാവന വെഡിങ്സിലാണ് കേട്ടോ. അപ്പൊ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഭാവന ഇച്ചിരി കൂടി ഫെമിലിയർ ആയിരിക്കും. ഇത് ഇവര് വെഡിങ് പർപ്പസിന് മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു ഷോറൂമാണ് കേട്ടോ. എനിക്ക് ഏതാ സൈസ്? 40 ആണോ? അപ്പൊ നമ്മൾ ആദ്യം വന്നിട്ട് നോക്കിയത് ഈ ഒരു സ്യൂട്ടാണ് കേട്ടോ. അപ്പോ ഈ ഒരു സെറ്റാണ് നമ്മൾ ആദ്യം നോക്കിയത്. അപ്പൊ ചേട്ടന് ഈ ബ്ലൂ കളർ ആയതുകൊണ്ട് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതലും കെട്ടിന് വേണ്ടിയിട്ട് മീൻസ് വെഡിങ് ഡേക്ക് വേണ്ടി പ്രിഫർ ചെയ്തിരുന്നത് ബ്ലൂ ആയിരുന്നു. കാരണം ഒരു നേവി ബ്ലൂ അങ്ങനത്തെ ഒരു ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ. പക്ഷെ ഇത് ഇച്ചിരി ഒരു വേറൊരു ബ്ലൂ ആയിരുന്നു. അതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ബ്ലൂ തന്നെയാണ്, ബ്ലൂ ടിന്റ് തന്നെ വരുന്നതാണ്. അപ്പൊ ചേട്ടന് അതൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഭയങ്കര കോമൺ ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണത്. പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് നോക്കി കേട്ടോ. പിന്നെ ബ്ലാക്ക് അങ്ങനെ ചേട്ടന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, പിന്നെ ബ്ലാക്ക് നോക്കിയില്ല, ബ്ലൂ തന്നെയാണ് നോക്കിയത്. ബ്ലൂവിന്റെ വേറെ വേറെ ഓരോ വെറൈറ്റികൾ നോക്കിയായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര കോമൺ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള്. ഉണ്ടെന്ന് എനിക്ക് തോന്നണത്. ആരോട് അഭിപ്രായം ചെയ്യില്ല മാത്രം. ഈ സാധനമൊക്കെ ഊരി കഴിഞ്ഞാൽ എനിക്കിത് ഇഷ്ടമായി. വേറെ ഒരേ കളറാ. ഇതൊക്കെ ഇത്തിരി വേണം, ഇത് വേണോ? അതൊക്കെ ഊരി മാറ്റം പറഞ്ഞല്ലോ. ആണോ? പറഞ്ഞോ? നമ്മൾ നെക്സ്റ്റ് നോക്കിയത് ഈ ഒരു കളറാണ് കേട്ടോ. ഇതൊരു നേവി ബ്ലൂ പോലത്തെ എന്തൊരു കളറാണ്. കൃത്യം എക്സാക്ട് കളർ എന്തായിരുന്നു എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പൊ ഇത് നോക്കിയായിരുന്നു. ഇത് ഇച്ചിരി കൂടി ഡാർക്ക് ആയിരുന്നു. ഇതും ഒരു രസം തോന്നിയായിരുന്നു. അവിടെ നിന്നവരോടൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇതാണ് ഇച്ചിരി കൂടി നല്ലത്, ഇതാണ് ഇച്ചിരി കൂടി സ്റ്റാൻഡേർഡ് ആവാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നെ ചേട്ടനി ബ്ലൂ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ സെയിം ഇത് ഒരുപാട് കോമൺ ആണല്ലോ, നമ്മള് വെഡിങ്ങിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ഡ്രസ് കോഡാണല്ലോ ഇത്. അപ്പോ നമുക്ക് ഇത് എടുക്കാനായിട്ട് ചേട്ടന് മനസ്സുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഇത് തന്നെ എടുക്കാന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇനി നമ്മൾ ബെട്രോത്തലിന് നോക്കാന്ന് വിചാരിച്ചു. ബെട്രോത്തലിന് പിന്നെ ഇത്തിരി എളുപ്പമായിരുന്നു. ഇതും അതുപോലെ തന്നെ വേറെ ഇനി അടുത്ത് ഇടാൻ പോകുന്നതാണ് ആകെ ഇട്ട് നോക്കിയത്. പിന്നത്തെ കളേഴ്സ് ഒക്കെ ഭയങ്കര ഒരു വൈറ്റ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അപ്പൊ വൈറ്റ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഫസ്റ്റ് ഇട്ടത് ഇതായിരുന്നു കേട്ടോ. ഇതൊരു ഗ്രേപ്പ് കളറാണ്, ഒരു വൈൻ കളർ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കളറായിരുന്നു. അതിട്ട് നോക്കി. അത് കഴിഞ്ഞ ശേഷം ഇതാണ് നോക്കിയത് കേട്ടോ. അപ്പൊ ഫൈനലി നമ്മൾ എടുത്തിട്ടുള്ളത് ഈ കളറാണ് കേട്ടോ. എനിക്കെന്തോ ഇത് ഭംഗിയായിട്ട് തോന്നി. അപ്പൊ എനിക്ക് ഇത് പേഴ്സണലി നല്ല ഇഷ്ടമായി കേട്ടോ. ചേട്ടനും എനിക്ക് ചേരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോ എനിക്ക് തോന്നുന്നു ചേട്ടനും ഇത് ഇഷ്ടമായി തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വേറെ അങ്ങനെ കൂടുതൽ ഇതായിട്ട് പോയില്ല. ഇത് നമ്മൾ ഫിക്സ് ചെയ്തായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റും ഗോൾഡൻ ടച്ചൊക്കെ വരുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ വൈറ്റ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അതൊക്കെ കാരണം എൻ്റെ കൂടി ഔട്ട്ഫിറ്റിന് നോക്കുന്ന തരത്തിലാണ്, ഒരു ഇച്ചിരി മാച്ച് ആവുന്ന തരത്തിലാണ് നമ്മൾ നോക്കിയത് കേട്ടോ. സോ നമ്മള് എല്ലാം കഴിഞ്ഞ് നമ്മള് രണ്ടാമത് കാണിച്ച സ്യൂട്ടും അതുപോലെ തന്നെ ഈ ഒരു റെഡ് കുർത്ത പോലത്തെ എന്താ അതിന് പറയാന്ന് അറിയത്തില്ല, അതും എടുക്കാന്ന് വിചാരിച്ച് നമ്മള് ബില്ലൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പോഴാണ് കുട്ടിക്ക് വീണ്ടും ഒരു ആഗ്രഹം തോന്നിയിട്ട് അവിടെ ഡിസ്പ്ലേയിൽ ഇട്ടുണ്ടായിരുന്ന ഇത് സ്യൂട്ട് എന്നല്ലാന്ന് തോന്നുന്നുണ്ട് ഇതിനെ പറയാ, ഇതിനെ വേറെന്തോ പേരായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ ഇത് ഇട്ട് നോക്കുന്നത് കേട്ടോ. ഇത് ഇട്ട് നോക്കിയപ്പോ എനിക്കും ഭയങ്കര ഒരു ഇഷ്ടക്കായി. കാരണം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതല്ല, ഇത് ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആയി വരുന്നുണ്ട്. എന്നാൽ കൂടിയും
നമ്മുടെ ഏരിയകളിൽ അല്ലെങ്കിൽ നമ്മള് കാണുന്ന നമ്മുടെ ഒരുപാട് കസിൻസിന്റെ ഒക്കെ വെഡിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തതും അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇങ്ങനത്തെ ഇടാമെന്ന്. പിന്നെ ഇതൊക്കെ ബെഡ്റൂത്തിലൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വെഡിങ്ങിൽ അങ്ങനെ കാണാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ഇത് വെഡിങ്ങിന് ഇടാം. അപ്പൊ ഇച്ചിരി എൻ്റെ ഒരു വെഡിങ് ഡ്രസ്സിന് ഇച്ചിരി കൂടി മാച്ചപ്പ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് നോക്കുന്നത്. സോ അത് കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മന്ത്രകോടി കൊട്ടകൂടി ഇവിടുന്ന് റെന്റിന് എടുക്കാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ റെന്റിനാണ് കേട്ടോ. അപ്പൊ നമ്മൾ മെൻസിന് കൂടുതലും വെഡിങ് പർപ്പസിനൊക്കെ കൂടുതലും റെന്റിലാണ് പ്രിഫർ ചെയ്യുക. അപ്പൊ എന്തായാലും റെന്റിൽ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലും ആൺകുട്ടികൾക്കൊന്നും ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പെൺകുട്ടികൾക്കും വലിയ യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. ഈ വെഡിങ് പർപ്പസിന് എടുക്കുന്ന എല്ലാം നമ്മൾ ഭയങ്കര വേസ്റ്റ് ഓഫ് മണിയാണ്. അതുകൊണ്ട് തന്നെ മിക്കതും റെന്റിൽ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. കൂടുതലും ആൺകുട്ടികൾക്ക് റെന്റൽ തന്നെയാണ് കേട്ടോ നല്ലത്. അവർ ഒരിക്കലും ഇതൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ പെൺകുട്ടികൾ വല്ല ഫോട്ടോ എടുക്കാനെങ്കിലും ജസ്റ്റ് ഇട്ടാലായി. നമുക്ക് പെൺകുട്ടികൾക്കും ഇത് വേസ്റ്റ് ഓഫ് മണി തന്നെയാണ് കേട്ടോ. ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാം നമ്മൾ ഒരിക്കലും പിന്നെ അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ വെഡിങ്ങിലൊക്കെ വൈറ്റ് ഗൗൺ ഒന്നും ഒരിക്കലും നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാലും ഞാൻ റെന്റലല്ല കേട്ടോ എടുത്തത്. ഞാൻ ബൊട്ടീക്കിൽ തയ്പ്പിക്കുക തന്നെയാണ് ചെയ്യണേ. അത് പക്ഷെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും പെൺകുട്ടികൾക്ക് കൃത്യം ഫിറ്റിലൊന്നും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടുണ്ട് പിന്നെ ഒരാഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തായിരുന്നു കേട്ടോ, റെന്റല് കിട്ടുമോന്ന്. വൈറ്റ് ഗൗൺ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലത്തെ 2 പീസ് ഒക്കെ ആയിട്ട് കിട്ടുമെന്ന് ഒരുപാട് നോക്കിയായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വൈകുന്നേരം അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് പോണത് പുത്തമ്പള്ളിക്കായിരുന്നു. അതിന്റെ വ്ളോഗൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ അത് കാണിച്ച് ബോറടിപ്പിക്കണമൊന്നുമില്ല. അപ്പോ ഇനി നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇനി അടുത്തൊരു വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ബൈ ബൈ.